വെള്ളക്കെട്ടിൽ വീണ് വിദ്യാർത്ഥികൾ മരിച്ചതിൽ ദില്ലി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് കോച്ചിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നതെന്നും ദില്ലിയിലെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമല്ലെന്ന് ബിജെപിയും കോൺഗ്രസും ആരോപിച്ചു. സംഭവത്തിൽ സ്റ്റഡി സെന്റർ ഉടമയും കോർഡിനേറ്ററെയും ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന റാവു സയ്യെ സ്റ്റഡി സർക്കിളിൽ അണ്ടർഗ്രൗണ്ടിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് വെള്ളം കയറും. മഴയ്ക്കൊപ്പം ഡ്രൈനേജ് പൊട്ടി വെള്ളം കുത്തിയൊലിച്ചെത്തിയതാണ് അപകട കാരണം. ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറും. അതേപോലെ തന്നെ ഇവിടെ ഓടയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനേജ് വെള്ളം ഓവർഫ്ലോ ആയിട്ടാണ് റോഡിലോട്ട് വീഴുന്നത്. റാവു സയ്യെ സ്റ്റഡി സർക്കിളിന്റെ ബേസ്മെന്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാധനങ്ങൾ സൂക്ഷിക്കാനും മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ലൈബ്രറി പ്രവർത്തിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്ന് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷിതമല്ലാത്ത കോച്ചിംഗ് സെന്ററുകൾ നിയന്ത്രിക്കാൻ ദില്ലി സർക്കാരിനായില്ല എന്ന് വിമർശനമുണ്ട്. They are not conducting the safety audit of the building. Thousands of coaching institutes are working here without proper safety audit. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നില്ല. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദില്ലി സർക്കാരിനെന്ന് ബിജെപിയും കോൺഗ്രസും കുറ്റപ്പെടുത്തി. അതേസമയം സംഭവത്തിൽ ദില്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോച്ചിംഗ് സെന്റർ ഉടമ അഭിഷേക് ഗുപ്ത, കോർഡിനേറ്റർ ദേശ്പാൽ സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തതായി ദില്ലി പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.